ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ഫേഷ്യലാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. നമ്മുടെ കിച്ചണിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യണത്. ഇത് നമ്മളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യത്തേ ഇല്ല. അത്രയ്ക്ക് കിടിലൻ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് ഇത്. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കുറിച്ച് വെച്ചോളൂ, നിങ്ങളിതിൻ്റെ ഫാനാകും തീർച്ച. എക്സാക്ട്ലി ഇതേപോലെ തന്നെ നമ്മളൊന്ന് ഫോളോ ചെയ്ത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിൻ അച്ചീവ് ചെയ്യാൻ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മുഖമൊന്ന് നല്ലോണം ക്ലെൻസ് ചെയ്യണം. നമ്മൾ എന്ത് ഫേസ് പാക്കോ എന്ത് ഫേഷ്യലോ എന്ത് ചെയ്യുകയാണെങ്കിലും തന്നെ നമ്മൾ ആദ്യം മുഖം നല്ലോണം ക്ലെൻസ് ചെയ്യണം. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഫേസ് വാഷും കൊണ്ടാണ് മുഖം ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി. നല്ലോണം വൃത്തിയായിട്ട് ഉണ്ടാവണം കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഇനിയിപ്പോൾ ഫേസ് വാഷ് അല്ലെങ്കിൽ കടലമാവോ അല്ലെങ്കിൽ പച്ചരി പൊടിച്ചിട്ടുണ്ടല്ലോ, പൊടിച്ചതോ അരിപ്പൊടിയോ എന്തെങ്കിലും ആയാലും എടുത്താൽ മതി കേട്ടോ. അപ്പം മുഖം ഞാൻ ഓൾറെഡി കഴുകി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് ഒരു മൈൽഡ് എക്സ്ഫോളിയേഷൻ അല്ലെങ്കിൽ ഒരു ബ്ലീച്ചാണ് നമ്മൾ ഇടാൻ പോണത്. ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ബ്ലീച്ചാണ്. അപ്പം നമുക്ക് ഇവിടെ നാച്ചുറൽ ബ്ലീച്ച് അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ടൊമാറ്റോ ആണ്. ഞാനൊരു തക്കാളി ജ്യൂസ് അടിച്ചെടുത്തിരിക്കണേ കേട്ടോ. ഇപ്പോൾ തക്കാളി ജസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞെടുത്താലും മതി, എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ജ്യൂസ് എടുത്തിരിക്കണേ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ഷുഗറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഷുഗറിന് പകരം ഇങ്ങനെ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഒരു സ്ക്രബിങ് എഫക്റ്റ് വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഷുഗർ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഷുഗർ അല്ലെങ്കിൽ തേനായാലും എടുത്താൽ മതിയിട്ട്. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ബ്ലീച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്ന സംഭവമാണ്. അടിപൊളിയാണ്, നല്ലോണം സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ സ്കിൻ നല്ല പോളിഷ്ഡ് ആയിട്ടും ഉണ്ടാവും കേട്ടോ. കുറച്ച് ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നല്ല ടാനിങ് ഒക്കെ ആയിട്ടുണ്ട് മുഖത്ത്. 2-3 ദിവസം അത്യാവശ്യം വെയിലൊക്കെ കൊണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടാനിങ് നല്ലോണം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കോട്ടായിട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് വലിയുമല്ലോ. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര വാട്ടർ കൺസിസ്റ്റൻസി ആണല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ രണ്ടാമത്തെ കോട്ട് ഇടാവേ. അപ്പോൾ ഇതായത് ഞാനിവിടെ രണ്ടാമത്തെ കോട്ടാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പഞ്ചസാര ഇട്ടേക്കണോണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ഒന്നും ആവത്തില്ല. അപ്പോൾ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റീമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റീമിംഗ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ പാക്ക് ഇട്ടിട്ട് തന്നെ ചെയ്യുമ്പോൾ ഈ പാക്കിൻ്റെ എസെൻസ് നല്ലോണം നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. അപ്പോൾ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഡെഡ് സ്കിൻ ഉണ്ടല്ലോ, ഡെഡ് സ്കിന്നൊക്കെ പെട്ടെന്ന് മാറാനൊക്കെ സ്റ്റീമിങ് കൊണ്ട് നല്ലതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ സ്റ്റീം ചെയ്തിട്ട് നല്ലോണം മസാജ് ചെയ്ത് കഴുകി കളഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് മാറും. അതേപോലെ തന്നെ സ്കിന്നൊന്നും കൂടി നല്ല ഗ്ലോ ആവും. പിന്നെ നല്ലോണം ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവരാണെങ്കിൽ ഈ ടൈമിൽ എക്സ്ട്രാക്ട് ചെയ്ത് കളയാവുന്നതാണ് ബ്ലാക്ക് ഹെഡ്സ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ജ്യൂസാണ്. ഇത് നമ്മൾ എന്തിനാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്ക് പിഗ്മെൻറ്റേഷൻ അതേപോലെ മെലാസ്മ, അൺഈവൻ സ്കിൻ ടോൺ, അതേപോലെ ടാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഭയങ്കര റിസൾട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് തൊലി കളയാണ്ട് ഞാനിവിടെ ജ്യൂസ് അടിച്ച് വെച്ചേക്കണേണ്. നമുക്കിതിൻ്റെ സ്റ്റാർച്ചാണ്, ഈ വൈറ്റ് പോർഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം വെറുതെ ഇങ്ങനെ ജ്യൂസ് അടിച്ച് വെച്ച് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തിട്ട് അരിച്ചിട്ട് വേണം വെറുതെ ഇങ്ങനെ വെക്കാൻ. എന്നാലാണ് ആ വൈറ്റ് സ്റ്റാർച്ച് അടിയുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം നമുക്ക് മാറ്റി വെച്ചേക്കാം, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആ വൈറ്റ് സ്റ്റാർച്ചാണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ പഴമാണ് കേട്ടോ. ഈ ചെറുപഴം ഇല്ലെങ്കിൽ നമുക്ക് എഗ് വൈറ്റ് ആയാലും എടുക്കാം. എഗ് വൈറ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ ചെറുപഴത്തിനേക്കാൾ. പക്ഷേ എനിക്ക് ആ ടൈമിൽ എഗ് വൈറ്റ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ചെറുപഴം എടുത്തിരിക്കുന്നത്. ചെറുപഴം എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലോണം പഴുത്തത് തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് പഴുത്തത് എടുത്തിട്ട് ഇതേപോലെ നല്ലോണം സ്മാഷ് ചെയ്തെടുക്കുക, നല്ലോണം ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഉടച്ചെടുക്കണേക്കാൾ ഇഷ്ടം ഇങ്ങനെ എല്ലാം ഇങ്ങനെ ജ്യൂസ് അടിച്ച് അരച്ചൊക്കെ എടുക്കണതാണ്. അതുകൊണ്ട് ഞാൻ നല്ലോണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ നല്ലോണം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം പഴമില്ലെങ്കിൽ എഗ് വൈറ്റ് ആയാലും എടുക്കാം കേട്ടോ. ആ 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്കിൻ എത്ര മാത്രം ബ്രൈറ്റനാണ് അയക്കണേന്ന് നോക്കി. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്ര നല്ല. എൻ്റെ ആദ്യത്തെ സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടാണ് ഇരുന്നത്, ഇപ്പം നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പൊട്ടറ്റോയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ പൊട്ടറ്റോവും എഗ് വൈറ്റും കൂടിയാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ 2-3 കോട്ടായിട്ട് ഇടാം. എന്താ വെച്ചാൽ അത് വാട്ടറി കൺസിസ്റ്റൻസി ആണല്ലോ, കട്ടിക്ക് ഇടാൻ പറ്റില്ല.
ആദ്യത്തെ കോട്ട് ഇട്ടിട്ട് രണ്ടാമത്തെ കോട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ രണ്ടാമത്തെ കോട്ട് ഇടുക, പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ മൂന്നാമത്തെ കോട്ട് ഇടുക. അങ്ങനെ ഒരു 3 കോട്ട് വരെ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇത് മൊത്തം ഞാൻ കട്ടിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാവുന്നതാണ്. കണ്ടോ, ഇതേപോലെയൊക്കെ ആവുള്ളൂ, ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവത്തില്ല. എന്നിട്ട് നമുക്കിനി കഴുകി കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് അത്. സ്കിൻ ബ്രൈറ്റ്നിങ് ഫേസ് പാക്കാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ എത്ര ഫേഷ്യൽ ചെയ്താലും കിട്ടാത്ത റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ഫേഷ്യലിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് സാധാ കോഫി പൗഡർ പറ്റത്തില്ല, മുഖത്ത് ഇങ്ങനെ എന്തോ പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ മൊത്തം അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചില്ല, ഒരു കുറച്ച് നീര് ഒഴിച്ചുള്ളൂ. എന്നിട്ട് കുറച്ച് ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട്. ഷുഗറിന് പകരം തേനായാലും എടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് പാലിന് പകരം തൈര് എടുക്കാം, റോസ് വാട്ടർ എടുക്കാം, അല്ലെങ്കിൽ അലോവേര ജെല്ലായാലും എടുക്കാം. എന്നിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പം തന്നെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാണ്ട് ഒരു ഫ്രിഡ്ജിൽ വെച്ചൊരു 10 മിനിറ്റ് നേരം ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും എൻ്റെ നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട് ഫേസ്. ഇനി നമുക്ക് ലാസ്റ്റത്തെ പാക്കായിട്ട് നമ്മൾ ഇതാണ് കേട്ടോ ഇടുന്നത്. ഈ പാക്കിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ ബ്രൈറ്റൻ ആവാൻ നല്ലതാണ്. അതേപോലെ ഡൾനെസ് മാറാനും പിന്നെ ടാനിങ് മാറാനും ഈ പിഗ്മെൻറ്റേഷൻ മെലാസ്മയൊക്കെ മാറാനായിട്ട് പറ്റിയൊരു കിഡിലൻ ഫേസ് പാക്കാണത്. പിന്നെ ഇതിൽ നാരങ്ങ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. നാരങ്ങ ഡെയിലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാരങ്ങ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ളത് ഫേസ് പാക്കാക്കി യൂസ് ചെയ്യാവുന്നതാണ്. നാരങ്ങ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെയിലത്ത് പോകാണ്ടിരിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അരമണിക്കൂറാണ് കേട്ടോ ഇങ്ങനെ വെച്ചിരുന്നത്. പിന്നെ പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവത്തില്ല. ഞാനിത് മാറ്റിയപ്പോൾ തന്നെ എന്തോ ഒരു ഷെയ്ഡാണ് കൂടിയേക്കണേ നോക്കിയ ഗൈസ്. ഭയങ്കര റിസൾട്ടാണ് കേട്ടോ, ഷോക്കിംഗ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അടിപൊളിയായിട്ട് നിറം വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയാൻ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ മുഖവും ഇപ്പോൾ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ ഉള്ള മുഖം ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും എത്രമാത്രം റിസൾട്ടാണ് ഇതിന് കിട്ടിയേക്കണേന്ന്. 1 മണിക്കൂറൊന്ന് കഷ്ടപ്പെട്ടാൽ മതി ഗൈസ്, നല്ല റിസൾട്ട് കിട്ടും. ഇത് പെർമനൻ്റ് ആയിരിക്കും കേട്ടോ. നമുക്കത് കുറേ നാൾ ഈ ഒരു ഗ്ലോ ഉണ്ടാവും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ പുറത്ത് പോകാണ്ട് അല്ലെങ്കിൽ വെയിലൊന്നും അടിക്കാണ്ട് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നാരങ്ങയും പിന്നെ നമ്മൾ കുറേ എക്സ്ഫോളിയേറ്റ് ഒക്കെ ചെയ്തുല്ലോ, ഒരുപാട് ചെയ്തില്ല എന്നാലും കുറേ സ്റ്റെപ്സ് ആയിട്ടാണല്ലോ നമ്മൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പുറത്ത് പോകുമ്പോഴൊക്കെ ഒന്നിലേക്ക് സൺസ്ക്രീൻ ഇടാം, ഇല്ലെങ്കിൽ പുറത്ത് പോകാത്തായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിറ്റേ ദിവസം പോയാലും സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ. നല്ല മാറ്റമുണ്ട്, അടിപൊളി ഷോക്കിംഗ് റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് റിസൾട്ട് അറിയിക്കാം കേട്ടോ.